السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, സത്യാന്വേഷികളെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സൂക്ഷിച്ചു പാലിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. അള്ളാഹുവിൻ്റെ അതിമഹനീയമായ നാമങ്ങളിൽ അൽ അസ്മാഉൽ ഹുസ്നയിൽ അർ റഹ്മാൻ അർ റഹീം എന്നീ നാമങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 57 തവണ അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ എന്ന നാമം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. 114 തവണ അർ റഹീം എന്ന അള്ളാഹുവിൻ്റെ തിരുനാമം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പ്രത്യേകമായി സ്വീകരിച്ച നാമമാണ് അർ റഹ്മാൻ എന്നുള്ളത്. അള്ളാഹു എന്ന നാമം അള്ളാഹുവിന് പ്രത്യേകമാണ്. അതുകൊണ്ട് പടപ്പുകൾക്ക് നാമകരണമായി കൂടെ ഒരിക്കലും. ഇതേപോലെ അള്ളാഹുവിന് പ്രത്യേകമായുള്ള നാമമാണ് അർ റഹ്മാൻ എന്നുള്ളതും. പ്രസ്തുത നാമം കൊണ്ട് പടപ്പുകൾക്ക് നാമകരണം പാടുള്ളതല്ല. ഖുൽ ഇദ്ഉല്ലാഹ് അവ ഇദ്ഉർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ വിളിക്കുവാൻ അല്ലെങ്കിൽ അർ റഹ്മാനെ വിളിക്കുവാൻ അനുശാസിക്കുകയാണ്. ഇമാം അൽ ഹാഫിൽ ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞു, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അള്ളാഹുവിന് മാത്രം പേര് വെക്കപ്പെട്ട നാമങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അള്ളാഹു അല്ലാത്തവർക്ക് പേര് വെക്കാവുന്ന നാമങ്ങളുണ്ട്. അള്ളാഹു, അർ റഹ്മാൻ, അർ റാസിഖ്, അൽ ഖാലിഖ് തുടങ്ങിയ പേരുകൾ അത് അള്ളാഹുവിന് പ്രത്യേകം ഉള്ള നാമങ്ങളാണ്. അവ കൊണ്ട് പടപ്പുകൾക്ക് ഒരിക്കലും നാമകരണമായി കൂടാ. അർ റഹ്മാൻ എന്ന നാമം അള്ളാഹുവിൻ്റെ സത്തയും ദാത്തും റഹ്മത്ത് ഉള്ളതാണ്, റഹ്മത്ത് നിറഞ്ഞതാണ് എന്നതിനെയാണ് അറിയിക്കുന്നത്. അള്ളാഹു റഹ്മാനാണ്, കാരുണ്യവാനാണ്. അത് അള്ളാഹുവിൻ്റെ ആ സത്തയുടെ ദാത്തിൻ്റെ സവിശേഷതയും പ്രത്യേകതയുമാണ്. അർ റഹീം എന്നുള്ള നാമം അർത്ഥമാക്കുന്നത് റഹ്മത്തുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ റഹ്മത്തിനെ ചൊരിയുന്നവനും കനിയുന്നവനുമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് ഈ ദുനിയാവിൽ എല്ലാവർക്കും ഒരുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അരുളുന്ന റഹ്മത്തുണ്ട്.
വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എൻ്റെ റഹ്മത്ത് കാരുണ്യം എല്ലാ വസ്തുക്കൾക്കും വിശാലമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നു. മലക്കുകളുടെ ദുആയിൽ കാണാം, റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമ, കാരുണ്യം കൊണ്ടും അറിവ് കൊണ്ടും എല്ലാ വസ്തുക്കളെയും നീ ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ റഹ്മത്ത്, അതേപോലെ അള്ളാഹുവിൻ്റെ ഇൽമ്, അത് എല്ലാ വസ്തുക്കൾക്കും പടപ്പുകൾക്കുമുണ്ട് എന്നുള്ളതാണ്. ഈ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കരുണ ചെയ്യുന്നവനാണ് റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വഴിപ്പെടാത്തവർക്ക് എങ്ങനെയാണ്? വഴിപ്പെട്ടവർക്ക് എങ്ങനെയാണ്? സൃഷ്ടിച്ചും ഉപജീവനം വിശാലമാക്കിയും മുഴുവൻ പടപ്പുകളോടും കരുണ കാണിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ നിഷേധിക്കുന്ന നിരീശ്വരവാദി, നാസ്തികൻ, പദാർത്ഥവാദി, അവർക്കും ഉണ്മ നൽകി, അന്നം നൽകി കരുണ കാണിക്കുന്നവനാണ് റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. വഴിപ്പെടാത്തവർക്കും റബ്ബിൻ്റെ റഹ്മത്തുണ്ട്. അതെങ്ങനെയാണ്? അത് അവർക്ക് ഉണ്മ പകർന്നും ഉപജീവനം വിശാലമാക്കിയുമാണ് അല്ലാഹുവിൻ്റെ റഹ്മത്ത്. വമിൻ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാർ ലിതസ്കുനു ഫീഹി വലിതബ്തഗു മിൻ ഫദ്ലിഹി. വമിൻ റഹ്മതിഹി, അല്ലാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ്, കാരുണ്യത്തിൽപ്പെട്ടതാണ് ജഅല ലക്കുമുൽ ലൈല വന്നഹാർ, രാവും പകലും അവൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു നൽകി എന്നുള്ളത്. ഇപ്പം രാവും പകലും നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. എന്തിനാ രാവിനെയും പകലിനെയും സൃഷ്ടിച്ചത്? ലിതസ്കുനു ഫീഹി, രാവിൽ നമ്മൾ സമാധാനം അടയുന്നതിന് വേണ്ടി, വിശ്രമിക്കുന്നതിന് വേണ്ടി. അപ്പം അള്ളാഹു രാവിനെ പടച്ചു. രാവിലാണ് പടപ്പുകളുടെ വിശ്രമം. അത് അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അള്ളാഹുവിൻ്റെ ഒരുപോലുള്ള റഹ്മത്താണ്. അതേപോലെ വലിതബ്തഗു മിൻ ഫദ്ലിഹി, പകലിനെ അള്ളാഹു നിശ്ചയിച്ചു. എന്തിന്? പകലിൻ്റെ സമയം ഉപജീവനം തേടാനും അധ്വാനിക്കാനും വേണ്ടി. അപ്പം പകലിനെ അള്ളാഹു സൃഷ്ടിച്ചത്, രാവിനെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വകുപ്പിൽപ്പെട്ടതാണ്. ഈ റഹ്മത്ത് അള്ളാഹു എല്ലാവർക്കും ഒരുപോലെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഫൻദുർ ഇലാ ആസാരി റഹ്മത്തില്ലാഹ് കൈഫ യുഹ്യിൽ അർദ ബഅദ മൗതിഹാ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ്, ഫൻദുർ ഇലാ ആസാരി റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഫലം നീ നോക്ക്. കൈഫ യുഹ്യിൽ അർദ ബഅദ മൗതിഹാ, ഭൂമി ജീവനറ്റതിന് ശേഷം, നിർജീവമായതിനു ശേഷം എങ്ങനെയാണ് അള്ളാഹു ഭൂമിയെ സജീവമാക്കുന്നത്, ജീവനുറ്റതാക്കുന്നത്? നിർജീവമായ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് മഴയായി പെയ്ത് അതുവരെ നിർജീവമായ ഭൂതലം സജീവമാവുകയും അതിൽ മഴ പെയ്ത് സസ്യലതാദികൾ മുളച്ചു പൊന്തി വാസയോഗ്യമാവുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അസർ, ഫലമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണേ. ഈ റഹ്മത്ത് ഇത് അള്ളാഹുവിൽ നിന്ന് എല്ലാവർക്കും ഒരുപോലെയുള്ള റഹ്മത്താണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്രമാത്രം വിശാലമാണ്. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു സാഹചര്യത്തെ മുതലെടുത്ത് സഹാബത്തിനോട് പറഞ്ഞ ഒരു വിഷയമുണ്ട്. എന്താ? അടർക്കളത്തിൽ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട സ്ത്രീ ഉമ്മ കുഞ്ഞിനെ തിരക്കി നടക്കുകയാണ്, ഓടുകയാണ്. അവർക്ക് അടർക്കളത്തിലെ രക്തരൂക്ഷിതമായ പോരാട്ടം വിഷയമല്ല. അവരുടെ മനസ്സ് പതച്ചതും മനസ്സ് തിളച്ചതും അവർക്ക് നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് കുഞ്ഞിനെ തെരഞ്ഞ് നെട്ടോട്ടം ഓടുന്ന ആ സ്ത്രീ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ വാരി പുണർന്നെടുത്ത് അതിന് മുലയൂട്ടുകയാണ്. രംഗം കണ്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നുവോ ആ ഉമ്മ തൻ്റെ കുഞ്ഞിനെ തീയിലെറിയുമെന്ന്?
അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല, ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ തീയിലെറിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹ. അല്ലാഹു അർഹം മിൻ ഇബാദിഹി, അല്ലാഹു തൻ്റെ ദാസന്മാരോട് ഏറ്റവും കരുണയുള്ളവനാണ്. മിൻ ഹാദിഹി ബി വലദിഹ, ഈ ഉമ്മാക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള കാരുണ്യത്തേക്കാൾ അല്ലാഹു ദാസന്മാരോട്, തൻ്റെ അടിയാന്മാരോട് കരുണ ഏറിയവനാണ് എന്നാണ് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വിശാലമാണ്. അതുകൊണ്ടാണ് അല്ലാഹു അർ റഹ്മാൻ, അള്ളാഹു ഏറെ കരുണയുള്ളവനാണ്. അള്ളാഹു റഹീമാണ് എന്ന് പറഞ്ഞാൽ കരുണ ഉള്ള അള്ളാഹു തൻ്റെ കാരുണ്യം ചൊരിയുന്നവനാണ്. അതാണ് അർ റഹീം എന്ന നാമത്തിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലമ്മ ഖദൽ ഖൽഖ് കതബ ഇൻദഹു ഫൗക അർശിഹി ഇന്ന റഹ്മതി വസിഅത് ഇന്ന റഹ്മതി സബഖത് ഗദബി. അല്ലാഹു സൃഷ്ടിപ്പ് നടത്തി. അങ്ങനെ സൃഷ്ടിപ്പിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്മേൽ എഴുതി. എന്താണ് എഴുതിയത്? അല്ലാഹു കതബ ഇൻദഹു ഫൗക അർശിഹി, അർശിന് മീതെ തൻ്റെ അരികിൽ അല്ലാഹു എഴുതി, ഇന്ന റഹ്മതി സബഖത് ഗദബി, എൻ്റെ റഹ്മത്ത് കാരുണ്യം സബഖത് ഗദബി, എൻ്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു. അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് മികച്ചത്, അള്ളാഹുവിൻ്റെ കോപമല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ നിങ്ങൾ, എത്ര വിശാലമായ കാരുണ്യമുള്ളവനാണ്. ആ കാരുണ്യം അത് അല്ലാഹു ഈ ദുനിയാവിൽ സൃഷ്ടിച്ചും ഉപജീവനം വിശാലമാക്കിയും മുഴുവൻ പടപ്പുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളുന്ന അല്ലാഹുവിൻ്റെ കാരുണ്യമാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ കാരുണ്യം അത് അല്ലാഹു ചിലർക്ക് പ്രത്യേകമാക്കുകയും ചിലർക്ക് മാത്രം എഴുതുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. അതെന്താ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വറഹ്മതി വസിഅത് കുല്ല ഷൈ, എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കൾക്കും വിശാലമാണ്, എല്ലാവർക്കും ഉണ്ട്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാ വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അല്ലാഹു പറയണം, ഫസഅക്തുബുഹാ, ഈ കാരുണ്യത്തെ നാം വിധിക്കും, ലില്ലദീന യത്തഖൂൻ, മുത്തഖീങ്ങൾക്ക്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക്, വയുഅ്തൂന അസ്സകാ, സകാത്ത് കൊടുക്കുന്നവർക്ക്, വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർക്ക്. അപ്പോൾ വിശാലമായ അല്ലാഹുവിൻ്റെ റഹ്മത്ത് അത് സൃഷ്ടിച്ചും ഉപജീവനം വിശാലമാക്കിയും എല്ലാവർക്കുമാണ്. എന്നാൽ ഈ റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക്, സകാത്ത് കൊടുക്കുന്നവർക്ക്, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വചനങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് രേഖപ്പെടുത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഉള്ള റഹ്മത്തല്ല, അത് അല്ലാഹുവിൻ്റെ ചില പ്രത്യേകക്കാർക്ക് മാത്രമുള്ള റഹ്മത്താണ്. അത് ഈ ദുനിയാവിൽ നോക്കൂ നിങ്ങൾ, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുക, അത് അള്ളാഹിൻ്റെ റഹ്മത്താണ്. ഒരാൾ ഹിദായത്തിൽ ചലിക്കുക, അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഒരു നന്മ പ്രവർത്തിക്കുവാൻ ഒരു മനുഷ്യന് ഉദവി ലഭിക്കുക, അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഒരു തിന്മ വർജിക്കുവാൻ ഉദവി ലഭിക്കുക, അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അത് ഈ ദുനിയാവിൻ്റെ പരപ്പിൽ എല്ലാവർക്കും ഉണ്ടാവും? എല്ലാവർക്കും ഇല്ല. അത് ആർക്ക് മാത്രമേ ഉള്ളൂ? അത് അള്ളാഹു പ്രത്യേകം കടാക്ഷിച്ച ചില പടപ്പുകൾക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഫസഅക്തുബുഹാ, അള്ളാഹു ആദ്യം പറയാണ്, വറഹ്മതി വസിഅത് കുല്ല ഷൈ, എല്ലാവർക്കും എൻ്റെ റഹ്മത്ത് വിശാലമാണ്. ഫസഅക്തുബുഹാ, പക്ഷേ ഈ റഹ്മത്തിനെ ഞാൻ വിധിക്കും. ആർക്ക്? ലില്ലദീന യത്തഖൂൻ, മുത്തഖീങ്ങൾക്ക്, പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവർക്ക്. വയുഅ്തൂന അസ്സകാ, സകാത്ത് കൊടുക്കുന്നവർക്ക്. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർക്ക്. അപ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രത്യേകമായ റഹ്മത്തുണ്ട് എന്നാണ് ഇവിടെ ഈ ആയത്ത് നമ്മളെ ഉണർത്തുന്നത്.
തിരുനബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖലഖ റഹ്മത യൗമ ഖലഖഹാ മിഅത റഹ്മ. അള്ളാഹു റഹ്മത്തിനെ പടച്ചു. അത് പടച്ച നാളിൽ 100 റഹ്മത്താണ് അള്ളാഹു പടച്ചത്. 100 കാരുണ്യം അള്ളാഹു പടച്ചു. ഫഅംസക ഇൻദഹു 99 റഹ്മ. അള്ളാഹു സുബ്ഹാനഹു വതആല 100 റഹ്മത്തിനെ പടച്ചപ്പോൾ അതിൽ 99 അള്ളാഹു തൻ്റെ അടുക്കൽ എടുത്തു വെച്ചു. വഅർസല ഫീ ഖൽഖിഹി കുല്ലിഹിം റഹ്മതൻ വാഹിദ. പടപ്പുകളിൽ ഒരു റഹ്മത്താണ് അള്ളാഹു നിയോഗിച്ചത്. 99 അള്ളാഹു തൻ്റെ അടുക്കൽ പാത്തു വെച്ചു. ഒരു റഹ്മത്ത് മാത്രമാണ് മുഴുവൻ പടപ്പുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത്, അയച്ചിട്ടുള്ളത്. ഈ തിരുമൊഴിയുടെ മറ്റൊരു റിവായത്തിൽ അള്ളാഹു പറയാണ്, ഇന്ന ലില്ലാഹി മിഅത റഹ്മത്തിൻ അൻസല മിൻഹാ റഹ്മതൻ വാഹിദ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാം. അള്ളാഹുവിന് 100 റഹ്മത്തുണ്ട്. ഒരു റഹ്മത്ത് അള്ളാഹു ജിന്നുകൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ, ജന്തുമൃഗാദികൾക്കിടയിൽ, ഇഴജന്തുക്കൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിരിക്കുന്നു. ഒരു റഹ്മത്ത്. 99 അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ഒരു റഹ്മത്താണ് അള്ളാഹു അവതരിപ്പിച്ചത്. അത് ജിന്നുകൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ, ജന്തുജാലങ്ങൾക്കിടയിൽ, ഇഴജന്തുക്കൾക്കിടയിൽ വരെ അള്ളാഹു നിശ്ചയിച്ചത് ഒരു റഹ്മത്താണ്. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫബിഹാ യതആതഫൂൻ വബിഹാ യതറാഹമൂൻ വബിഹാ തഅതിഫുൽ വഹ്ശു അലാ വലദിഹാ. ആ ഒരു റഹ്മത്ത് അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടാണ് മനുഷ്യർ അന്യോന്യം, അത് ഈ ഉലകത്തിൻ്റെ തുടക്കം മുതൽ അതിലൊടുക്കം വരെ അന്യോന്യം കരുണ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ജിന്നുകൾ കരുണ കാണിക്കുന്നുവെങ്കിൽ അത് ആ റഹ്മത്ത് കൊണ്ടാണ് കരുണ കാണിക്കുന്നത്. ജന്തുജാലങ്ങൾ, ഇഴജന്തുക്കൾ വരെ ആ ഒരു റഹ്മത്ത് കൊണ്ടുള്ള കാരുണ്യം, അതാണ് അന്യോന്യം വായ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, വബിഹാ തഅതിഫുൽ വഹ്ശു അലാ വലദിഹാ. വന്യമൃഗം സ്വന്തം കുഞ്ഞിനോട് കരുണ കാണിക്കുന്നത് മൃദുലതയിൽ, മാർദ്ദവമായിട്ട് പ്രവർത്തിക്കുന്നത് ആ കാരുണ്യം കൊണ്ടാണ്. വഅഖറ അല്ലാഹു 99 റഹ്മതൻ യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. വഅഖറ അല്ലാഹു 99 റഹ്മത്തിനെ പിന്തിപ്പിച്ചു, എടുത്തു വെച്ചു. യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. അന്ത്യനാളായാൽ ആ 99 കാരുണ്യം കൊണ്ടും അള്ളാഹു തൻ്റെ ദാസന്മാരോട് കരുണ കാണിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ 90 അള്ളാഹുവിൻ്റെ അടുക്കലുള്ള 100 കാരുണ്യത്തിൽ ഒരു കാരുണ്യം ഇവിടെ സൃഷ്ടിചരാചരങ്ങളിൽ അവതരിപ്പിച്ചു. ആ കാരുണ്യത്തിൻ്റെ വായ്പാണ് ഇവിടെ അന്യോന്യം പടപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 99 അള്ളാഹു എടുത്തു വച്ചിരിക്കുകയാണ്, പിന്തിപ്പിച്ചു. ആ റഹ്മത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അവൻ്റെ ദാസന്മാരിൽ അവതരിപ്പിക്കും എന്നാണ് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അള്ളാഹു ആ കാരുണ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പടച്ചവൻ്റെ റഹ്മത്ത് അത് വിശാലമായ റഹ്മത്താണ്. അതിൻ്റെ വലിപ്പത്രേ, അതിൻ്റെ അളവത്രേ. ഹാത്തിമുൽ അസം അൽ ഖുറാസാനിൽ ഒരു വിരക്ത ജീവിതം നയിച്ചിരുന്ന പണ്ഡിതനാണ് ഹാത്തിമുൽ അസം. അദ്ദേഹം ഹജ്ജിന് പൂതി വെച്ച ഒരു മഹാനാണ്. പക്ഷെ വീട്ടിൽ പെൺമക്കളാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകാൻ തരല്ല. അപ്പോൾ ഒരു ദിവസം മക്കളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ്, വാപ്പാക്ക് ഹജ്ജ് ചെയ്യാൻ പോകാൻ പൂതിയുണ്ട്, പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ട് പോകാൻ വയ്യ. അപ്പം മൂത്ത മകൾ പറഞ്ഞതാണ് ഹാത്തിമുൽ അസമിനോട്, വാപ്പ നിങ്ങൾ പോയിക്കോളി, ഹജ്ജിന് പോയിക്കോളി, ഞങ്ങൾ കാരണത്താൽ നിങ്ങൾ ഹജ്ജ് മുടക്കണ്ട. അങ്ങനെ ഹാത്തിമുൽ അസം ഹജ്ജിന് പോയി. പെൺമക്കളാണ് ഉമ്മയും. വാപ്പ വീട്ടിൽ വെച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ചെലവഴി. ഇളയ മക്കൾ മൂത്ത പെങ്ങളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. വാപ്പ ഹജ്ജിന് പോയപ്പോൾ പിന്നെ ചെലവിന് കൊണ്ടുവരാൻ ആരുമില്ല. അപ്പോൾ ഈ മൂത്ത മകൾ സങ്കടപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. കാരണം മറ്റു മക്കളൊക്കെ പിന്നീട് അവരുടെ ഇത്തനോടാണ് പറയുന്നത്, നീ പറഞ്ഞിട്ടാണ് വാപ്പ ഹജ്ജിന് പോയത്, അപ്പം നമ്മളുടെ ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ഈ മകൾ പ്രയാസപ്പെടുകയാണ്. അള്ളാഹുവേ, നിന്നിലുള്ള തവക്കുലും പ്രതീക്ഷയുമാണ് എൻ്റെ വാപ്പയെ ഹജ്ജിന് പറഞ്ഞയക്കാൻ എനിക്ക് തുണയായി ഉണ്ടായത്. പ്രാർത്ഥനാമയമായ മനസ്സോടുകൂടി ആ മൂത്ത പെൺകുട്ടി വീട്ടിൽ കഴിഞ്ഞു.
അബ്ബാസികളുടെ ഖിലാഫത്തിൽ ഖലീഫ ഹാറൂൺ റഷീദ് തൻ്റെ പരിവാരത്തോടൊന്നിച്ച് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഹാത്തിമുൽ അസമിൻ്റെ വീട്ടുമരത്തെത്തി. ദാഹിച്ചു വലഞ്ഞ ഖലീഫ ആ വീട്ടിൽ നിന്ന് അല്പം വെള്ളം ചോദിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് വെള്ളം കൊടുത്ത് അത് കുടിച്ച് ഖലീഫ ചോദിച്ചത് ആരെ വീടാണ്? അപ്പോൾ വീട്ടിൻ്റെ അകത്ത് നിന്ന് സ്ത്രീ പ്രതികരിച്ചു, ഇത് ഹാത്തമുൽ അസമിൻ്റെ വീടാണ്. അപ്പോൾ ഹാത്തിമുൽ അസം പ്രസിദ്ധനാണ്. പക്ഷേ ഖലീഫക്ക് അറിയില്ലായിരുന്നു ഈ ഒരവസ്ഥയിലാണ് ആ വീട് എന്നുള്ളത്. ഹാത്തിമുൽ അസം ഹജ്ജിന് പോയതാണ്, ഞങ്ങൾ വീട്ടിൽ ഇവിടെ തനിച്ചാണ്. ഖലീഫ ഹാറൂൺ റഷീദ് തൻ്റെ കയ്യിലുള്ള സ്വർണങ്ങളും അതേപോലെ തന്നെ ദീനാറുകളും എടുത്ത് അത് ആ വീട്ടിലേക്ക് ഇട്ടതിന് ശേഷം തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞ്, എന്നോട് ഇഷ്ടമുള്ളവർ ഞാൻ ചെയ്തതുപോലെ ചെയ്യട്ടെ. അപ്പോൾ അവരെല്ലാവരും തങ്ങളുടെ കയ്യിലുള്ള പടക്കിഴിയും മറ്റും ആ വീട്ടിലേക്ക് എറിഞ്ഞ് ആ സൈന്യം പോയി എന്നാണ്. വീട് ധന്യമായി, സന്തോഷത്തിൻ്റെ നിറവിൽ അതുവരെ കരഞ്ഞിരുന്നതായ വീട്ടിലെ പെൺകുട്ടികളൊക്കെ ചിരിച്ചു തുള്ളിച്ചാടിയപ്പോൾ മൂത്ത മകൾ കരയുകയാണ്. അപ്പോൾ മൂത്ത മകളോട് താഴെയുള്ളവർ പറയാണ്, നീ എന്തിനാണ് ഇപ്പം കരയുന്നത്? ഇപ്പം നമ്മൾ ധന്യരായി, പണക്കാരായി, സമ്പത്തായി, ഇപ്പോഴാണോ കരയേണ്ടത്? അപ്പോൾ ആ പെണ്ണിൻ്റെ പ്രതികരണം, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഒരു പടപ്പ് നമ്മളെ നോക്കിയപ്പോഴാണ് നമ്മൾക്ക് ഈ വിശാലതയും ധന്യതയും ഉണ്ടായത്. അർഹമുറാഹിമീനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എത്രമാത്രം ധന്യരാകും. പടച്ചോൻ നമുക്ക് ചൊരിഞ്ഞാൽ, റഹ്മാനായ അള്ളാഹു നമുക്ക് അരുളിയാൽ, അപ്പോൾ നമുക്ക് എത്രമാത്രം വിശാലമായ ധന്യത വരും. ഇതാലോചിച്ചിട്ടാണ് ഞാൻ കണ്ണ് നിറച്ചത് എന്നാണ് ആ പെൺകുട്ടി അവരോട് പ്രതികരിച്ചത് എന്നാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അതിൻ്റെ വിശാലത അത് മനസ്സിലാക്കിയാൽ, അത് ഉൾക്കൊണ്ടാൽ പ്രതികരണവും അതേപോലെ തന്നെ പ്രഖ്യാപനവും ഇതുപോലെയായിരിക്കും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ സൃഷ്ടിച്ചു. അള്ളാഹു സ്വർഗത്തോട് പറഞ്ഞത് എന്താ? ഖാല അല്ലാഹ് ലിൽ ജന്ന അൻതി റഹ്മതി അർഹമു ബികി മൻ അശാഉ മിൻ ഇബാദി. അള്ളാഹു സ്വർഗത്തെ സൃഷ്ടിച്ചു സ്വർഗത്തോട് പറഞ്ഞത്, അൻതി റഹ്മതി, നീ എൻ്റെ റഹ്മത്താകുന്നു, കാരുണ്യമാകുന്നു. അർഹമു ബികി മൻ അശാഉ മിൻ ഇബാദി, എൻ്റെ ദാസന്മാരിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നവരെ കൊണ്ട് ഞാൻ കരുണ കാണിക്കും എന്നാണ്. നിന്നിൽ കരുണ കാണിക്കുമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹു പറയാ സ്വർഗത്തോട് നീ എൻ്റെ റഹ്മത്താണ്. അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ തേട്ടമാണ് സ്വർഗം. സ്വർഗീയ ജന്നത്തുകൾ, തോട്ടങ്ങൾ, സ്വർഗീയ അരുവികളും സ്വർഗീയ നദികളും അതേപോലെ സ്വർഗീയ സുഖങ്ങളെല്ലാം അള്ളാഹു പറയണം, ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ദാസന്മാരെ കൊണ്ട് നിന്നിൽ ഞാൻ എൻ്റെ കാരുണ്യം ചൊരിയും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കും എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യം, ആ കാരുണ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കുന്ന ദാസന്മാർ, അവർക്ക് മാത്രമാണ് സ്വർഗത്തിലേക്ക് പ്രവേശനവും അരുൾപ്പാടും. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൻ യുദ്ഖില അഹദൻ മിൻകും അമലുഹുൽ ജന്ന, നിങ്ങളിൽ ഒരാളെയും അവൻ്റെ കർമ്മം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങളും സ്വർഗത്തിൽ പ്രവേശിക്കൂലേ നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, വല അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ മിൻഹു വറഹ്മ, ഞാൻ പോലും എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ടും അവൻ്റെ റഹ്മത്ത് കൊണ്ടും എന്നെ പൊതിഞ്ഞാലല്ലാതെ എന്നാണ്. അപ്പോൾ ആർക്കാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു അരുളിയത്? അവർക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന ജന്നത്തിൽ പ്രവേശനമുണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ ഇഹപര ക്ഷേമങ്ങൾക്ക് അതേപോലെ തന്നെ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള റഹ്മത്ത് ലഭിക്കുന്നതിന് വേണ്ടി മലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും അവൻ്റെ റഹ്മത്ത് തേടിക്കൊണ്ടിരിക്കണം. ഇഹത്തിൽ
നമ്മൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ, ആഖിറത്തിൽ അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ പൊതിയുവാൻ മുഖ്യമായിട്ടുള്ളത് നമ്മുടെ ദുആയാണ്, അള്ളാഹുവിനോടുള്ള നമ്മുടെ വിളിയാണ്. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. എന്നിട്ട് മുആദിനോട് പറയാണ്, മുആദ്, ഉഹുദ് പർവ്വതത്തോളം നിങ്ങളുടെ കടം കുന്നുകൂടിയിട്ടുണ്ടെങ്കിലും ആ കടങ്ങൾ അള്ളാഹു വീട്ടി തരുവാൻ ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. അപ്പോൾ മുആദ് റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മുആദിനെ പഠിപ്പിച്ചു. എന്താ ദുആ? അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ റഹ്മാനുദ് ദുനിയാ വറഹീമുഹുമാ തുഅ്തിഹിമാ മൻ തശാ ഇർഹംനി റഹ്മതൻ തുഗ്നിനി ബിഹാ അർ റഹ്മതി മൻ സിവാക്. ഉഹുദ് മലയോളം, ഉഹുദ് മല എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ ഉഹുദ് മല? വിശുദ്ധ മദീനയിലാണ്. 20 കിലോമീറ്റർ ചുറ്റളവിൽ മദീനയിൽ ഏറ്റവും കൂടുതൽ തല ഉയർത്തി നിൽക്കുന്ന പർവ്വതാണ് ഉഹുദ്. ആ ഉഹുദ് മലയോളം കടം കുന്നുകൂടിയിട്ടുണ്ടെങ്കിലും ഈ ദുആ നിർവഹിച്ചാൽ നിന്റെ കടം വീടുമെന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. എന്താ ദുആ? ആ ദുആയിൽ അള്ളാഹുവിൻ്റെ ഏത് നാമ പറഞ്ഞത്? റഹ്മാൻ, റഹീം എന്നീ നാമങ്ങളാണ്. ദുആയുടെ ഭാഗം അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അള്ളാഹുവേ, രാജാതിരാജനായ അള്ളാഹുവേ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം അരുളുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നീ ആധിപത്യം തട്ടിയെടുക്കുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപമരുളുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്യതയുടെ, അപമാനത്തിൻ്റെ ഉടയാട ധരിപ്പിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. ബിയദിക്കൽ ഖൈർ, അള്ളാഹുവെ നിൻ്റെ കയ്യിലാകുന്നു നന്മ മുഴുവനും. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണല്ലോ. റഹ്മാനുദ് ദുനിയാ വൽ ആഖിറ വറഹീമുഹുമാ, ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും റഹ്മാനായവനെ, റഹീമായവനെ. ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും റഹ്മാനായവനെ, റഹീമായവനെ. തുഅ്തിഹിമാ മൻ തശാ, ഇഹത്തിലും പരത്തിലും റഹ്മത്ത് നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നൽകുന്നു. ഇർഹംനി റഹ്മതൻ, നീ എന്നോട് കരുണ കാണിക്കണമേ. തുഗ്നിനി ബിഹാ അർ റഹ്മതി മൻ സിവാക്, നീ അല്ലാത്തവരുടെ കാരുണ്യത്തിൽ നിന്ന് രക്ഷ നൽകുന്ന, അതിനെ തൊട്ട് ധന്യത നൽകുന്ന റഹ്മത്ത് നീ എനിക്ക് നൽകണമെന്ന്. അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയാൽ പിന്നെ പടപ്പുകളെ റഹ്മത്തിൻ്റെ ആവശ്യമല്ല. അவ்விധമുള്ള റഹ്മത്ത് നീ എന്നോട് കാണിക്കണമേ എന്നാണ് ഈ ദുആ തേടുന്നത്. ഈ ദുആ ഇരുന്നാൽ അള്ളാഹു കടം വീട്ടി തരും എന്നാണ് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മുഅ്ജമു തബറാനിയിൽ അനസ് ഇബ്നു മാലിക്കിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഹദീസിൻ്റെ പരമ്പര കുറ്റമറ്റതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് അള്ളാഹു അരുളുന്നത് ചില പ്രത്യേകക്കാർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. മൊത്തം പടപ്പുകൾക്ക്, കാഫിറിനും അതേപോലെ തന്നെ നിരീശ്വരവാദിക്കും അതേപോലെ തന്നെ പിന്നെ എല്ലാ അക്രമികൾക്കുമൊക്കെ അള്ളാഹിൻ്റെ റഹ്മത്തുണ്ട്. പക്ഷെ അത് ഏത് റഹ്മത്താ? അവരെ അള്ളാഹു സൃഷ്ടിച്ചു, അള്ളാഹു അവരുടെ ഉപജീവനം നൽകി, ശ്വസിക്കാനും അതേപോലെ തന്നെ ഭുജിക്കാനും ഒക്കെ അള്ളാഹു നൽകി, ഊർജം സ്വീകരിക്കുവാൻ അതേപോലെ തന്നെ വെളിച്ചം സ്വീകരിക്കാൻ, ഇങ്ങനെയുള്ള റഹ്മത്താണ് അള്ളാഹു നൽകിയത്. എന്നാൽ ദീൻ സ്വീകരിക്കുക, നന്മ പ്രവർത്തിക്കുക, അതേപോലെ തന്നെ സ്വർഗ പ്രാപ്തിക്കും നരകത്തിൽ നിന്ന് രക്ഷക്കും അനിവാര്യമായിട്ടുള്ളതായ സൽപ്രവർത്തികൾ ചെയ്യുക, ഇതിനൊക്കെയുള്ള റഹ്മത്ത് അത് ആളുകൾക്കൊക്കെ അള്ളാഹു നൽകിയിട്ടില്ല. അത് ചില പ്രത്യേകക്കാർക്കാണ് നൽകിയത്. അതാണ് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ പറഞ്ഞത്, ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ. ആ റഹ്മത്ത് മുത്തഖീങ്ങൾക്കാണ് അള്ളാഹു പറയാണ് ഞാൻ രേഖപ്പെടുത്തുക. അത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് അള്ളാഹു കൊടുക്കുക. വയുതൂന സക്കാ, സക്കാത്ത് കൊടുക്കുന്നവർക്കാണ് അത് ഞാൻ നൽകുക. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് അതിനെ സത്യപ്പെടുത്തി ജീവിക്കുന്നവർക്കാണ് ആ റഹ്മത്ത്. അതെല്ലാ
കാഫിറിനും നിരീശ്വരവാദിക്കും സിന്ദീഖിനും അവർക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യം നേടാൻ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആയിരക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യം അത് നമുക്ക് അള്ളാഹു തടയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ തികഞ്ഞ നഷ്ടത്തിലാണ്, നിറഞ്ഞ പരാജയത്തിലാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വ അലൈഹിസ്സലാമയും അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ ഖാല റബ്ബന ളലംന അൻഫുസന ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്നാ പറഞ്ഞത്. ഹവ്വയും ആദമും അലൈഹിമസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്യുക, പടച്ചോനെ ഞങ്ങളോട് തന്നെ അന്യായം ചെയ്തു, നീ ഞങ്ങളോട് പൊറുക്കുകയും നീ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുന്നതാണ്. അപ്പം അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് വേണം, അള്ളാഹുവിൻ്റെ മർഹമത്ത് വേണം. മഗ്ഫിറത്ത് എന്ന പാപമോചനം, മർഹമത്ത് എന്ന കാരുണ്യം. അതില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്നാണ് ആദമിൻ്റെയും ഹവ്വയുടെയും അലൈഹിമസ്സലാം ദുആ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ വഇല്ലാ തഗ്ഫിർലി വതർഹംനി അകും മിനൽ ഖാസിരീൻ. ഇതേ ആശയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്യാണ്, വഇല്ലാ തഗ്ഫിർലി, പടച്ചോനെ നീ എന്നോട് പൊറുത്തില്ല എങ്കിൽ, വതർഹംനി നീ എന്നോട് കരുണ കാണിച്ചില്ല എങ്കിൽ, അഥവാ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും നീ എനിക്ക് നൽകിയില്ല എങ്കിൽ അകും മിനൽ ഖാസിരീൻ, ഞാൻ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്നാണ് ദുആ ഇറക്കുന്നത്. ഇതൊക്കെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് കൂടിയാണ്, ആയത്തുകളാണ്. ഇസ്രായേല്യർ തീ മരുഭൂമിയിൽ അലഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് നടത്തിയ ഒരു ദുആയുണ്ട്. അതിൽ ലഇല്ലം യർഹംനാ റബ്ബുന വയഗ്ഫിർ ലനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇതേ ആശയ. എന്താ ഇസ്രായേല്യർ പറഞ്ഞത്? ലഇല്ലം യർഹംനാ റബ്ബുന, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ, വയഗ്ഫിർ ലനാ ഞങ്ങളോട് പൊറുത്തിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് വേണം, അള്ളാഹുവിൻ്റെ മർഹമത്ത് വേണം. അതില്ല എങ്കിൽ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്നാണ് വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അവൻ പ്രത്യേകമായി അരുളുന്നതായ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അത് ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി വിളിക്കുകയും ദുആ ഇരക്കുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ അത് യാചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചൊരു ദുആ ഉണ്ട്. ആ ദുആയിൽ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ, അല്ലാഹുവേ ഞാൻ എന്നോട് തന്നെ കുറേ അക്രമം ചെയ്തു പോയി, അന്യായം ചെയ്തു പോയി. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, തെറ്റുകൾ നീ മാത്രമാണ് പൊറുക്കുക. ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക്, അല്ലാഹുവേ നിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനം കൊണ്ട് നീ എൻ്റെ പാപം പൊറുക്കണമേ. വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണമേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ പാപം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. ഇത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെ പഠിപ്പിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ദുആയാണ്. ആരാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ ഉമ്മത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന, ഈ ഉമ്മത്തിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിത്വം. പലതവണയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ഇരക്കാൻ പറഞ്ഞ ദുആവചനാണ്. അള്ളാഹിൻ്റെ മഗ്ഫിറത്ത് കിട്ടണം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടണം, അതിനു വേണ്ടി യാചിക്കാൻ പറയാം. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ വേറെയും ദുആകൾ കാണാം. അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വേണ്ടിയിട്ട് യാചിച്ച് തേടിയ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് യാത്രയായ ദിവസം അതെന്നാ? ഹിജ്റയുടെ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ മാസം 12-ന് ഒരു തിങ്കളാഴ്ച പൂർവാഹനം പിന്നിടുമ്പോഴാണ്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറയാണ്, മരണം വരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് ദുആ ഇരക്കുന്നത്
അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. മരണം വരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കറാത്തിൻ്റെ ഹാലിലാണ്. ഏതാനും നിശ്വാസങ്ങളാണ് ഈ ദുനിയാവിൽ ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷിക്കുന്നത്. തിരുനബി എന്ത് പറയുന്നു എന്നുള്ളത് വ്യക്തമാകണില്ല. അതുകൊണ്ട് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ ചെവി റസൂലുള്ളാഹിൻ്റെ വായയിലേക്ക് അടുപ്പിച്ച് പിടിച്ച് റസൂലുള്ളാഹി പറയുന്നത് കേൾക്കുകയാണ്, കാതോർക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ അധരങ്ങൾ മന്ത്രിക്കുന്ന ദുആ അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എന്നോട് പൊറുക്കണമേ, വർഹംനി നീ എന്നോട് കരുണ കാണിക്കണമേ, വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, അർ-റഫീഖുൽ അലയിൽ അത്യുന്നതമായ അള്ളാഹുവിങ്കൽ നബിമാരുടെ ആത്മാക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ച അത്യുന്നതങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ഇരക്കുകയാണ്. അവിടെ റസൂലുള്ളാഹിൻ്റെ ദുആ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ ദുആയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിശാലമായ റഹ്മത്തിനുട ഉടയവനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ്റെ പ്രത്യേകമായിട്ടുള്ള റഹ്മത്ത് അത് നമ്മളിലേക്ക് ചൊരിയുവാൻ, അത് നമ്മളിൽ അവതരിപ്പിക്കുവാൻ, അതുകൊണ്ട് അള്ളാഹു നമ്മളെ കടാക്ഷിക്കുവാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ഇരക്കേണ്ടതുണ്ട്. പിന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുവാൻ നമ്മൾ നിർവഹിക്കേണ്ടതായ മഹനീയമായ കർമ്മങ്ങളുണ്ട്. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ, ഇതാ അള്ളാഹുവിൻ്റെ കിതാബ്. അള്ളാഹു പറയണം നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു, അത് അനുഗ്രഹീത ഗ്രന്ഥമാണ്. ഫത്തബിഊഹു, ആ ഗ്രന്ഥത്തെ നിങ്ങൾ അനുധാവനം ചെയ്യുക, പിൻപറ്റുക. വിശുദ്ധ ഖുർആനെ നിങ്ങൾ പിൻപറ്റുക. വത്തഖൂ, നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കുക. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ ലഭിച്ചേക്കും, പടച്ചവൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഖുർആനെ പിൻപറ്റുക, മുത്തഖീങ്ങളായി തഖ്വയുള്ളവരായി ജീവിക്കുക. ഇതേപോലെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. വഇദാ ഖുരിഅൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ, ഫസ്തമിഊ ലഹു, വിശുദ്ധ ഖുർആന് നിങ്ങൾ കാതു കൊടുക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. വഅൻസിതു, നിങ്ങൾ മൗനം ദീക്ഷിക്കണം. ഖുർആൻ ഓതണ വേദിയിൽ കലാവില പാടില്ല. പിന്നെയോ നമ്മൾ അതിന് മുമ്പിൽ മൗനം ദീക്ഷിക്കണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഖുർആൻ പിൻപറ്റുക, തഖ്വയിൽ ജീവിക്കുക, ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അതിന് കാതു കൊടുക്കുക, മൗനം ദീക്ഷിക്കുക. ഇതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുവാൻ കരണീയമായ പ്രവർത്തനങ്ങളായി വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വഅഖീമുസ്സലാഹ വആതുസ്സകാ വഅതീഉർ റസൂൽ ലഅല്ലകും തുർഹമൂൻ. വഅഖീമുസ്സലാഹ, നമസ്കാരം യഥാവിധമാക്കുക. എന്താ നിസ്കാരം യഥാവിധമാക്കുക എന്നാണ്? നമസ്കാരം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചതുപോലെ കൃത്യമായി യഥാവിധം നിർവഹിക്കുക. ഭക്തിയിൽ, ശുദ്ധിയിൽ, നമസ്കാരത്തിൻ്റെ റുക്നുകൾ പാലിച്ച്, വാജിബുകൾ നിർവഹിച്ച്, സുന്നത്തുകൾ കഴിവിൻ പരമാവധി എടുത്ത്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചതുപോലെ നിസ്കരിക്കുക. അതേപോലെ സക്കാത്ത് കൊടുക്കുക. വഅതീഉർ റസൂൽ, റസൂലിനെ അനുസരിക്കുക. സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുക. എങ്കിൽ എന്താ പറഞ്ഞത്? ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും എന്നാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ കരണീയമായ പ്രവർത്തികളാണ് ഈ വചനങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ് ലഅല്ലകും തുർഹമൂൻ. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്, എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നില്ല? എന്താ ഇസ്തിഗ്ഫാർ? എന്താ ഇസ്തിഗ്ഫാർ? പാപം പൊറുക്കാനുള്ള തേട്ടാണ്. അസ്തഗ്ഫിറുല്ലാ എന്നുള്ള ദുആയാണ്. അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അതാണ് ഇസ്തിഗ്ഫാർ. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്, എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നില്ല, അസ്തഗ്ഫിറുല്ലാ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല?
എന്താ അങ്ങനെ പ്രാർത്ഥിച്ചാൽ? ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും, പടച്ചോൻ്റെ കാരുണ്യം ലഭിക്കും. എന്ത് വേണം? നമ്മൾ അസ്തഗ്ഫിറുല്ലാ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പാപം പൊറുക്കാൻ വേണ്ടിയുള്ള ദുആ. മനസ്സിൽ തട്ടിയ അസ്തഗ്ഫിറുല്ലയാണ്. തെറ്റ് വന്നുപോയി, കുറ്റങ്ങൾ വന്നുപോയി, അസ്തഗ്ഫിറുല്ലാ, പടച്ചോനെ പൊറുക്കണേ. അല്ലാതെ ഹൃദയത്തിൽ തട്ടാതെ കേവലം അതരവ്യായാമല്ല അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ. ഹസനുൽ ബസരി പറഞ്ഞില്ലേ, ഒരാളിങ്ങനെ അസ്തഗ്ഫിറുല്ലാ ചൊല്ലാണ്. അപ്പം പറഞ്ഞ് ഈ ഇസ്തിഗ്ഫാറിന് വേറൊരു ഇസ്തിഗ്ഫാർ വേണമെന്ന്. എന്താ? ആ അസ്തഗ്ഫിറുല്ലാ തന്നെ ഒരു കുറ്റ, അത് പൊറുക്കണമെങ്കിൽ ഇനി വേറൊരു ഇസ്തിഗ്ഫാർ മൂപ്പർ നടത്തണം എന്നുള്ളതാണ്. അങ്ങനത്തെ ഇസ്തിഗ്ഫാറല്ല. പിന്നെയോ അസ്തഗ്ഫിറുല്ലാ എന്നുള്ളത് തെറ്റ് വന്നു പോയി, ആ തെറ്റ് പൊറുക്കാൻ വേണ്ടി ഹൃദയത്തിൽ തട്ടി മനസ്സറിഞ്ഞ് അള്ളാഹുവിനോടുള്ള ദുആയാണ്. അങ്ങനെ ചെയ്താൽ പടച്ചോൻ്റെ റഹ്മത്ത് ലഭിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. ഇന്ന റഹ്മത്തല്ലാഹ് ഖരീബും മിനൽ മുഹ്സിനീൻ വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ വദഊഹു ഖൗഫൻ വതമഅ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. സൂറത്ത് ആറാഫിൽ. ഭൂമി അതിൽ നന്മ വന്നതിന് ശേഷം നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി തൗഹീദിൻ്റെ ഭൂമിയായി, നന്മയുടെ പുണ്യത്തിൻ്റെ ഭൂമിയായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നാട്ടിൽ ഷിർക്ക് ചെയ്തും പാപങ്ങൾ പ്രവർത്തിച്ചും ഫസാദ് ഉണ്ടാക്കരുത് എന്നുള്ളത് അതിൻ്റെ തേട്ടാണ്. അദ്വാഉൽ ബയാൻ തഫ്സീറിൻ്റെ കർത്താവായ മുഹമ്മദ് അമീൻ ഷൻഖീത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് ഓതിയിട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് തഫ്സീർ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. മഗ്രിബ് മുതൽ ഇശ വരെ ഈ ആയത്ത് ഓതിയിട്ട് അദ്ദേഹം കരയുകയായിരുന്നു എന്നാണ്. കാരണം അള്ളാഹു ഭൂമിയിൽ അതിൽ ഇസ്ലാഹ് ഉണ്ടാക്കിയതിന് ശേഷം അതിന് ആ ഭൂമിയിൽ ഫസാദ് വിതക്ക മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം ആലോചിച്ചായിരുന്നു അദ്ദേഹം മഗ്രിബ് മുതൽ ഇശ വരെ കരഞ്ഞു എന്നാണ്. അദ്ദേഹത്തിനൊന്നും വിശദീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഏതായാലും ആയത്തിൻ്റെ ഒടുവിൽ പറയുന്നത് എന്താ? ഇന്ന റഹ്മത്തല്ലാഹ് ഖരീബും മിനൽ മുഹ്സിനീൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് മുഹ്സിനീങ്ങളോട് അടുത്ത് കിടക്കുന്നു എന്നാണ്, അടുത്ത് വർത്തിക്കുന്നു. ആരാ മുഹ്സിൻ, ആരാ മുഹ്സിനീൻ? മുഹ്സിനീങ്ങളോട് വളരെ അടുത്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നാണ്. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുമ്പോൾ ഇഹ്സാനുള്ളവൻ, പടപ്പുകളോട് ഇഹ്സാനുള്ളവൻ. അള്ളാഹ്ക്കുള്ള ഇബാദത്തിൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുമ്പോൾ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും എന്ന ബോധത്തിൽ തഖ്വയുള്ള ഭക്തിയുള്ള നിസ്കാരം, ഇബാദത്ത്, അതാണ് ഇഹ്സാൻ. അങ്ങനെ ചെയ്തവനാണ് മുഹ്സിൻ. പടപ്പുകളോട് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? പടപ്പുകളോട് നല്ല രീതിയിൽ വർത്തിക്കുക. പടപ്പുകൾ ആരായാലും, അതിനി ഒരു മൃഗമാണെങ്കിലും ശരി, ആ മൃഗത്തോട് നല്ല രീതിയിൽ വർത്തിക്കുക. അങ്ങനെയുള്ളവരോട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അടുത്താണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെട്ടതായ കർമ്മങ്ങൾ, പ്രവൃത്തികൾ, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അതിൻ്റെ വിഷയത്തിൽ ചില തിരമൊഴികൾ കാണാം. എന്താ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഹസൻ റളിയല്ലാഹുവിനെ അടുത്ത് ചുംബിക്കുകയാണ്. ഹസൻ പേരക്കുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ ഫാത്തിമ റളിയല്ലാഹു തആലാന്റെ മകൻ ഹസനെ അടുത്ത് ചുംബിക്കുകയാണ്. അപ്പോൾ അൽ അഖ്റ ഇബ്നു ഹാബിസ് അത്തമീമി എന്ന് പറയുന്ന വ്യക്തി മദീനയിൽ വന്നു. ഈ അഖ്റ ഇബ്നു ഹാബിസ് അദ്ദേഹം മരുഭൂവാസിയാണ്, ബദവിയാണ്. ബദുക്കൾക്ക് പരുഷ സ്വഭാവമാണ്. വെട്ടൊന്ന് കഷ്ണം രണ്ട് ഈ പെരുമാറ്റ ബദുക്കളുടേത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മദീനയിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഇബ്നു അലീനെ എടുത്തിട്ട് ചുംബിക്കുകയാണ്. അപ്പോൾ ഉടനെ ഇയാൾ ചോദിക്കുകയാണ്, അതുഖബ്ബിലൂന സിബിയാനക്കും, നിങ്ങൾ കുട്ടികളെ ചുംബിക്കുക. മൂപ്പർക്ക് വലിയ അത്ഭുതം, കുട്ടികളെ ചുംബിക്കുകയോ, അതൊരു അത്ഭുതം. എന്നിട്ട് അത് മാത്രമല്ല, മൂപ്പര് പറയാണ്, എനിക്ക് 10 മക്കളുണ്ട്, ഇതുവരെ ഞാൻ ഒറ്റൊന്നിനും ചുംബിച്ചിട്ടില്ല. എനിക്ക് 10 മക്കളാണ്, ഒന്നിനെ ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല. 10 മക്കളുണ്ടായിട്ട് ആ മക്കളുടെ
ഒക്കെ ഒരു ഉമ്മ കൊടുക്കാത്ത വാപ്പാനെന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ. എന്തേ കാരണം മനുഷ്യന് അയാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിക്കണത് കാണുന്നത്. അപ്പോൾ ചോദിക്കുകയാണ് അത്ഭുതത്തിൽ, മക്കളെ ചുംബിക്ക്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മല്ലാ യർഹം ലാ യുർഹം. മല്ലാ യർഹം, കരുണ കാണിക്കാത്തവർക്ക് ലാ യുർഹം, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കൂല. പടച്ചോൻ്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ പടപ്പുകളോട് കരുണ കാണിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ഉണർത്തുകയുണ്ടായി. ഒരിക്കൽ ആറാബികൾ വന്ന്, ആറാബികൾ, ഇത് അഖ്റബിന് ഹാബിസാണ്, ഇതൊരു ആറാബിയാണ്. ആറാബികളുടെ ഒരു കൂട്ടം മദീനയിൽ വന്ന്, പട്ടണത്തിൽ വന്ന്, ഗ്രാമീണതയുടെ ആ പരിക്കൻ സ്വഭാവത്തിൽ നിന്നാണ് അവർ പട്ടണത്തിലേക്ക് വന്നത്. അപ്പോൾ കുട്ടികളെയൊക്കെ ചുംബിക്കുന്നത് കണ്ടപ്പോൾ ഈ ആറാബികൾ ചോദിക്കുകയാണ്, ആ തുഖബ്ബിലൂന സിബിയാനക്കും, നിങ്ങൾ കുട്ടികളെ ചുംബിക്കുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു എന്നാണ്, അവ അംലികുലക ഇൻ നസഅ അല്ലാഹു മിൻകുമുർ റഹ്മ, അള്ളാഹു നിങ്ങളുടെ കൽബിൽ നിന്ന് റഹ്മത്തിനെ ഊരിയെടുത്തിട്ടുണ്ട് എങ്കിൽ ആ റഹ്മത്തിനെ നിങ്ങൾക്ക് വാങ്ങിത്തരാൻ നമ്മളത് ഉടമപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളെ കൽബിൽ അള്ളാഹു റഹ്മത്ത് തരാത്തത് കൊണ്ടാണ് നിങ്ങൾ കുട്ടികളെ ചുംബിക്കാത്തത്. അതിൻ്റെ അർത്ഥം. പടച്ചോ അത് ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റഹ്മത്ത് വാങ്ങിത്തരാൻ നമുക്ക് സാധിക്കൂല എന്ന അർത്ഥത്തിൽ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇർഹമു മൻ ഫിസ് സമ ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചോളി, ആകാശത്തിലുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കരുണ കാണിക്കും എന്ന് നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ പറയണ്ടായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് തിരുനബിയുടെ മകൾ ആളെ പറഞ്ഞയച്ച്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗത്രി, ഒരു ചെറിയ കുട്ടി മരണാസന്നയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ വാപ്പാൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. വാപ്പാനോട് വരാൻ പറയും, കുട്ടി മരണാസന്നനായിട്ട് പ്രയാസത്തിൽ കിടക്കുന്ന രോഗിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറഞ്ഞയച്ചിട്ട് മകളോട് ക്ഷമിക്കാൻ പറഞ്ഞ്. തിരുനബി പറഞ്ഞത്, ഇന്ന ലില്ലാഹി മാ അഅത വ മാ അഖദ്, അള്ളാഹു നൽകിയതും അള്ളാഹു സ്വീകരിച്ചതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. അതുകൊണ്ട് അവർ ക്ഷമിക്കട്ടെ, വൽ തസ്ബിർ വൽ തഹ്തസിബ്, ക്ഷമിക്കട്ടെ, അള്ളാഹു കൂലി തരും, ആ കൂലിയിൽ പ്രതീക്ഷ വെക്കട്ടെ എന്ന് പറഞ്ഞയച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി വീണ്ടും ആളെ പറഞ്ഞയച്ചു, ഉപ്പനോട് വരാൻ പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പോൾ കുട്ടിൻ്റെ ഈ നെഞ്ചിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഒരു തോൽപാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഇതേപോലെ ഈ നെഞ്ചൊക്കെ ഇങ്ങനെ പിടക്കുകയാണ്, റൂഹ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ച്. ആ രംഗത്തിന് സാക്ഷിയായവർ സഅദ് ബിൻ ഉബാദ, അതേപോലെ തന്നെ മുആദ് ബിൻ ജബൽ, ഉബയ്യ് ബിൻ കഅബ്, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ 4 സഹാബികളാണ്. സഅദ് ബിൻ ഉബാദ ഉണ്ട്, ഉബയ്യ് ബിൻ കഅബ് ഉണ്ട്, മുആദ് ബിൻ ജബൽ ഉണ്ട്, അതേപോലെ സെയ്ദ് ബിൻ സാബിത്ത് ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ ഇവർക്ക് ആശ്ചര്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞതാണ്, ഹാദാ റഹ്മത്തുൻ യജ്അലുഹാ അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി. ഈ കണ്ണീർ കണങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അത് അള്ളാഹുവിൻ്റെ അടിയാറുകളുടെ കൽബിൽ അള്ളാഹു നിശ്ചയിച്ച റഹ്മത്താണ്. അള്ളാഹു കൽബിൽ റഹ്മത്ത് നിശ്ചയിച്ചത് കൊണ്ടാണ് ആ റഹ്മത്ത് കണ്ണീർ കണങ്ങളായിട്ട് ഒലിച്ചിറങ്ങുന്നത്. എന്നിട്ട് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി റുഹമാ, അള്ളാഹു തൻ്റെ ദാസന്മാരിൽ നിന്ന് കരുണ കാണിക്കുന്നവരോടാണ് കരുണ കാണിക്കുക, അവരോട് മാത്രമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ കാരുണ്യവാന്മാരാരാണോ അവർക്കാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ അവിടെ പഠിപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഇതേപോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രൻ ഇബ്രാഹിം എന്ന കുട്ടി മരണാസന്നനായ വേളയിലാണ്. റസൂലുള്ള കരഞ്ഞു, വിതുമ്പി.
ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞു ഇതേ വർത്തമാനം. ഈ ഏങ്ങൽ കാരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കാൻ, റസൂലെ നിങ്ങൾ കരയുകയോ? കാരണം എന്താ, മരിച്ചോടത്ത് അട്ടഹസിച്ച് കരയുന്നതിനെയും നിലവിളിക്കുന്നതിനെയും റസൂലുള്ളാഹി വിരോധിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് അത് അനുവദിച്ചിരുന്നു, പക്ഷെ പിന്നീട് അത് വിരോധിച്ച്. ജാഹിലിയത്തിൽ അട്ടഹസിച്ച് കരയുമായിരുന്നു. മരിച്ചാൽ മുടികൾ വലിച്ചു പീന്തി മാറിടം പിളർത്തി കവിളത്തടിച്ചൊക്കെ വിലപിച്ച് കരയും. അതിനെ വിരോധിച്ചു. അങ്ങനെ കരയാൻ പാടുള്ളതല്ല. മരണ വീട്ടിൽ അലമുറയിട്ട് കരയുന്ന സ്ത്രീകൾ അവരുടെ വായിലേക്ക് മണ്ണ് വാരിയിടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കരച്ചിൽ മയ്യത്തിന് ശിക്ഷയായി ഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കരയാൻ പാടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണീർ തൂകുന്നത് കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിക്കുകയാണ്, റസൂലെ നിങ്ങൾ കരയുകയോ? അപ്പോൾ കണ്ണീരൊലിപ്പിക്കാനും വിതുമ്പാനും വരെ പാടില്ല എന്നാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മനസ്സിലാക്കിയിട്ടുള്ളത് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഈ ചോദ്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത്, കണ്ണിൻ്റെ കരച്ചിൽ വിലക്കപ്പെട്ടതല്ല, നാവിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞ് ഇതാണ് പാടില്ലാത്തത്. നാവ് കൊണ്ട് അട്ടഹസിക്കുക, ആർത്ത് വിളിക്കുക, അതാണ് പാടില്ലാത്തത്. ഹൃദയം ദുഃഖിക്കും, കണ്ണ് കരയും, പക്ഷേ അള്ളാഹുവിന് പ്രീതിപ്പെടാത്തത് വിളിച്ചു പറയാൻ പാടുള്ളതല്ല. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞതാണ്, അള്ളാഹു അവൻ്റെ അടിയാറുകളുടെ കൽബിൽ നിശ്ചയിച്ച റഹ്മത്താണ് ഈ ഒലിച്ചിറങ്ങുന്നത്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തിലുള്ളവൻ കരുണ കാണിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്ബോധിപ്പിച്ചു, ഉണർത്തി. അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് അത് നമ്മളുടെ മേൽ അവതരിപ്പിക്കുവാൻ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതായ കർമ്മങ്ങളെ അനുഷ്ഠിക്കേണ്ടതുണ്ട്, പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് 20 യുവാക്കൾ വന്ന്, ഒരു സംഘം യുവാക്കൾ വന്ന് 20 രാത്രി അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് മദീനയിൽ താമസിച്ച്. അവർ വിദൂരതയിൽ നിന്നാണ് വന്നത്. 20 ദിവസം അവർ പാർത്ത് ദീന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ യുവാക്കൾ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 ദിവസം അവരെ ദീൻ പഠിപ്പിച്ചു. മാലിക് ഇബ്നുൽ ഹുവൈരിസ് പറയാണ്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹീമൻ റഖീഖൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹീമൻ റഖീഖൽ ഖൽബ്, കരുണയുള്ള പ്രവാചകനായിരുന്നു, ലോല ഹൃദയനായിരുന്നു. അപ്പോൾ 20 ദിവസം ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് വേറിട്ടിട്ട് വന്ന് താമസിക്കാനുള്ള ദീന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞ്, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടല്ലേ? കാരണം കുടുംബത്തെ വിട്ടിട്ടാണല്ലോ വന്ന് പാർക്കണത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞ്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോയിക്കോളി, നിങ്ങൾ ദീനനുസരിച്ച് ജീവിക്കുക, അവർക്കിടയിൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തി ജീവിക്കുക തുടങ്ങിയ വസിയത്ത് കൊടുത്തിട്ട് അവരെ തിരിച്ചയച്ചു എന്നാണ്. ഇവിടെ മാലിക് ഇബ്നുൽ ഹുവൈരിസ് പഠിപ്പിക്കുന്നത് എന്താ? റസൂലുള്ളാഹി റഹീമായിരുന്നു, കാരുണ്യമുള്ള റസൂലായിരുന്നു, ലോല ഹൃദയനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അവസ്ഥ റസൂലുള്ളാഹി മനസ്സിലാക്കിയിട്ട് ഞങ്ങളെ പിന്നെ ദീന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മദീനയിൽ കെട്ടിയിടാതെ തടഞ്ഞു വെക്കാതെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചയച്ചു എന്നാണ് പറയുന്നത്. എല്ലാം അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിൽ അരുളപ്പെടാൻ നമ്മൾ അന്യോന്യം കരുണ കാണിക്കണം, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം എന്നുള്ളതാണ്. മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂന ഫീമാ ബൈനഹും ഇല്ലാ നസലത് ഫീഹിമുസ് സകീനഹ വഗശിയതുഹുമുർ റഹ്മ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടാൻ? അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒന്നിച്ചുകൂടി അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതി അതിനെ പഠന വിധേയമാക്കുക, മുദാറസ നടക്കുക. എങ്കിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതിയിട്ടുള്ള പഠനമാണ് നടക്കുന്നത് എങ്കിൽ എന്താ പറഞ്ഞത്? അവരിലേക്ക് സക്കീനത്ത്, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം പെയ്തിറങ്ങും. വഗശിയതുഹുമുർ റഹ്മ, റഹ്മത്ത് അവരെ പൊതിയുമെന്നാണ്. അള്ളാഹിൻ്റെ റഹ്മത്ത് പൊതിയും. അപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടാൻ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒത്തുകൂടിയിട്ട് ദീന് പഠിക്കുക, ഖുർആൻ മനസ്സിലാക്കുക, ഇതൊക്കെ
കരണീയമായ പ്രവർത്തനമായിട്ടാണ് ഈ സത്യദീൻ നമ്മളെ ഉണർത്തുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് എത്ര, അത് എവിടെ, എങ്ങനെ, അത് അള്ളാഹുവിനെ അറിയും. നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ഇരക്കുകയും നമ്മളാൽ നിർവഹിക്കേണ്ടതായ അമലുകൾ നമ്മൾ നിർവഹിക്കുകയും ചെയ്യുക. ഇന്ന് നമ്മൾ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്തവരാണ്. സൂറത്ത് കഹ്ഫിൽ നമ്മൾ വായിക്കണ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താ? നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പരമാർത്ഥമുണ്ട്. അതെന്താ? അത് സൂറത്ത് കഹ്ഫിൽ വിശ്വാസികൾ, ഗുഹാവാസികൾ, അവർ അന്യോന്യം അടക്കം പറഞ്ഞൊരു വിഷയമാണ്. വൈദ് ഇഅ്തസൽതുമൂഹു വമാ യദ്ഊന മിൻ ദൂനില്ലാഹ് ഫഅവൂ ഇലൽ കഹ്ഫ് യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖ എന്നാണ്. ഗുഹാവാസികൾ അന്യോന്യം അടക്കം പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടുകാരെയും അവരുടെ ആരാധ്യന്മാരെയും ഒഴിവാക്കിയ സ്ഥിതിക്ക് ഫഅവൂ ഇലൽ കഹ്ഫ്, ഗുഹയിൽ അഭയം തേടുക. ഗുഹയിൽ അഭയം തേടിയാൽ യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി, നിങ്ങളുടെ റബ്ബ് അവൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളമായി നൽകുന്നതാണ്, വിശാലമായി നൽകുമെന്നാണ്. യഥാർത്ഥത്തിൽ പട്ടണത്തിൽ അവിടുത്തെ ആദർശം അനുസരിച്ച് ജീവിക്കുകയാണ് എങ്കിൽ കൊട്ടാരവാസവുമാണ്, സുഖജീവിതമാണ്. ഇവരെന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കൊട്ടാരസുഖം ഒഴിവാക്കി നാട്ടിലുള്ള ജീവിതവും വേണ്ടെന്ന് വെച്ച് നാട്ടിൽ ആദർശം ഒഴിവാക്കിയിട്ട് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ സുഖമാണ്. പക്ഷെ ആദർശത്തിൽ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ സുഖമല്ല, പിന്നെയോ പീഡനമാണ്, കൊലയാണ്. അതുകൊണ്ടാണ് അവർ പലായനം ചെയ്തത്. എവിടേക്ക്? ഗുഹയിലേക്ക്. അവരന്യോന്യം പറയണം ഫഅവൂ ഇലൽ കഹ്ഫ്, നമുക്ക് ഗുഹയിൽ അഭയം തേടാം. ഗുഹയിൽ എന്താ ഉള്ളത്? യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതി, നിങ്ങളുടെ റബ്ബ് അവൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് വിശാലമാക്കി നൽകും എന്നാണ് പറഞ്ഞത്. അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് ഗുഹയിൽ വിശാലമാക്കപ്പെടുന്ന, നമ്മളൊരു ഗുഹക്കുള്ളിലാണെങ്കിലും അതിൽ വിശാലമായി ലഭിക്കുന്ന റഹ്മത്താണ്. ആ റഹ്മത്ത് ഗുഹാവാസികൾക്ക് ലഭിച്ചു. അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്ര, അതെങ്ങനെ, എവിടെ, അത് അള്ളാഹുവിനാണ് അറിയാം. ആ റഹ്മത്ത് നമ്മൾ തേടുകയും അള്ളാഹുവിനോട് ഇരക്കുകയുമാണ് വേണ്ടത്. സൂറത്ത് കഹ്ഫിൽ തന്നെ മറ്റൊരു സംഭവം നമ്മൾ വായിക്കുന്നത്, വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീനതി വകാന തഹ്തഹു കൻസുൻ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ ഫഅറാദ റബ്ബുക അൻ യബ്ലുഗ അശുദ്ധഹുമാ വയസ്തഖ്രിജ കൻസഹുമാ റഹ്മതൻ മിൻ റബ്ബിക്. രണ്ട് യതീം കുട്ടികളെ കുറിച്ച് പറയാം. അവരുടെ ഒരു സ്വത്തുണ്ടായിനി. ആ സ്വത്ത് ഒരു പട്ടണത്തിൽ ഒരു മതിലിൻ്റെ ചോട്ട സൂക്ഷിക്കപ്പെട്ടതാ. ആരാ സൂക്ഷിച്ചത്? ഈ കുട്ടികളുടെ വാപ്പ ജീവിച്ച നാളിൽ കുട്ടികൾ അപ്പം യതീമാണ്. അവർ വലുതായിട്ട് അവരിത് പുറത്തെടുക്കാനാണ്. മതിൽ പൊളിഞ്ഞാടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അക്രമികളായ നാട്ടുകാർ, പിശുക്കന്മാരായ നാട്ടുകാർ അത് സ്വത്തെടുത്തുകൊണ്ടോ. അതുകൊണ്ടാണ് ഖദീർ അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ വഴിയെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ മതിൽ പണിത് ആ സ്വത്തിനെ സംരക്ഷിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്വത്ത് സംരക്ഷിക്കാൻ കാരണം ആ വാപ്പ സാലിഹായ വാപ്പയായിരുന്നു എന്നുള്ളതാണ്. വകാന അബൂഹുമാ സ്വാലിഹ, ഈ യതീം കുട്ടികളുടെ വാപ്പ സാലിഹായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ പ്രായപൂർത്തി എത്തിയിട്ട് അവരുടെ സ്വത്ത് അവരുടെ കയ്യിൽ വരാൻ വേണ്ടിയിട്ടാണ് ആ സ്വത്ത് മതിൽ നേരെയാക്കിയിട്ട് ആ സ്വത്തിനെ സംരക്ഷിച്ചത്. ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? റഹ്മത്തൻ മിൻ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്നുള്ള റഹ്മത്താണത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് നോക്കൂ നിങ്ങൾ. ആ സാലിഹായ വാപ്പക്ക് നേരെയുള്ള അള്ളാഹിൻ്റെ റഹ്മത്താണ്. അതെന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തി ഈ കുട്ടികളിൽ വരെ അതിൻ്റെ ഫലം, അടയാളം ദൃശ്യമാകുന്ന അവസ്ഥയുണ്ടായത്. അപ്പോൾ വിശാലമാണ് റബ്ബിൻ്റെ റഹ്മത്ത്. ആ റഹ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ഇരക്കുക. അള്ളാഹുവിൻ്റെ റഹ്മാൻ അർ റഹീം, റഹ്മാൻ അർ റഹീം എന്ന നാമങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ഏതാനും കാര്യങ്ങൾ വിശദീകരിച്ചത്.
അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മറ്റൊരു നാമം അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين وصلى الله وسلم وبارك على نبينا محمد وآله وأصحابه أجمعين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.